പാലാ മേവടയിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം ശാസ്ത്രീയ പരിശോധനകൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വൈകിട്ടാണ് റോഡിനോട് ചേർന്നുള്ള പുരയിടത്തിലെ കൈതത്തോട്ടത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. കോട്ടയം എസ്.പിയും പാലാ ഡിവൈഎസ്പിയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. തഹസിൽദാരുടെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടം നടപടികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കും. ആഴ്ചകൾക്ക് മുമ്പ് കാണാതായ സമീപവാസിയായ പടിഞ്ഞാറേമുറിയിൽ മാത്യു തോമസിന്റേതാണ് ശരീരഭാഗങ്ങളെന്ന് കുടുംബാംഗങ്ങളടക്കം പറയുമ്പോഴും ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ ഉറപ്പിക്കാനാകൂ എന്ന് പോലീസ് പറയുന്നു. സ്ഥലത്തുണ്ടായിരുന്ന വസ്ത്രഭാഗങ്ങൾ മാത്യുവിന്റേതാണെന്നാണ് കുടുംബം പറയുന്നത്. DNA പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. മാത്യുവിനെ കാണാതായ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം വൻ പോലീസ് സന്നാഹത്തോടെ പ്രദേശത്ത് വ്യാപക തെരച്ചിലും നടത്തിയിരുന്നു. വിവിധ അസുഖങ്ങൾ അലട്ടിയിരുന്ന മാത്യുവിനെ മുൻപും ഒരു തവണ കാണാതായിരുന്നു. മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അസ്വാഭാവികമാനതിന് പുതിയ കേസെടുത്തിട്ടുണ്ട്. DNA പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ മാത്യുവിന്റെ തിരോധാനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമാകും.